നമസ്കാരം. നടൻ ടൊവിനോ തോമസും അൽ ജസീറയും തമ്മിൽ എന്താണ് സമാനതകളുള്ളത്? അല്ല, കേൾക്കുന്നവർക്ക് പെട്ടെന്ന് തോന്നേ, അൽ ജസീറ ഒരു മാധ്യമം, ടൊവിനോ തോമസ് ഒരു നടൻ, കേരളത്തിലെ ഒരു താമസിക്കുന്ന ഒരു വ്യക്തി. ഇവർ തമ്മിൽ എന്താണ് സമാനതകൾ? ഒരുപാട് സമാനതകളുണ്ട്. ഒന്ന് മേലോട്ടമായി തന്നെ നോക്കിയാൽ തന്നെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെല്ലാം മാറ്റിവെച്ച് ഒരു നിഷ്പക്ഷനായി നിന്ന് ഈ ടൊവിനോ തോമസിനെയും അൽ ജസീറയും വീക്ഷിച്ചാൽ തന്നെ അത്തരം സമാനതകൾ നമുക്ക് ദൃശ്യമാകും. ടൊവിനോ തോമസ് മാത്രമല്ല, അതിപ്പോൾ രഞ്ജിനി ഹരിദാസ് ആണെങ്കിലും, നസ്ലൻ ആണെങ്കിലും, മമ്മൂട്ടി ആണെങ്കിലും, മഞ്ജു വാര്യരാണെങ്കിലും, രഞ്ജിനി ഹരിദാസ് ആണെങ്കിലും, ചന്തു സലിംകുമാർ ആണെങ്കിലും, ഇത്തരത്തിലുള്ള സെലിബ്രിറ്റികൾ എന്ന് സമൂഹം വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ അത്തരത്തിലൊരു പദം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തലക്കെട്ടിന് കീഴെ വരുന്ന കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാവരും ഈ അൽ ജസീറയുമായി വളരെ സമാനതകൾ ഉള്ള വ്യക്തികളാണ്. ഇവർ മാത്രമല്ല, ദേശീയ തലത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ റാണ അയൂബ്, ജേർണലിസ്റ്റാണെന്ന് സ്വയം പറയുന്ന റാണ അയൂബ്, ആർഫ ഖാനും ഷെർവാനി, ഇത്തരത്തിലുള്ള ആളുകൾ, ബോളിവുഡിലെ ചില സെലിബ്രിറ്റികൾ, നസറുദ്ദീൻ ഷാ ആകട്ടെ, രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി ആവട്ടെ, ഇവരെല്ലാവരും അൽ ജസീറയുമായിട്ട് ഒരുപാട് സമാന സ്വഭാവങ്ങൾ പുലർത്തുന്നവരാണ്. അതിൻ്റെ ഒരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. ഇപ്പോൾ നീറ്റ് വിഷയം, ഇവരെല്ലാവരും ഞാൻ ഈ പറഞ്ഞ പേരുകളിൽ എല്ലാവരും ഒന്നൊഴിയാതെ നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല എന്നുള്ള തരത്തിൽ, ഇങ്ങനെയല്ല, അവരെ ലാത്ത് ചാർജ് ചെയ്യാൻ പാടില്ല എന്ന് ഡൽഹിയിൽ നടന്ന ആ സമരാഭാസത്തിനിടയിൽ കലാപം അഴിച്ചുവിട്ടവരെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതിലാർക്കും സംശയമൊന്നുമില്ല എന്ന് കരുതുന്നു. കൃത്യമായിട്ടുള്ള തെളിവുകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. എന്നാൽ മലയാളി ഈ സെലിബ്രിറ്റികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇവരാരും PSC വിഷയത്തിലോ അതിനു മുൻപ് PSC റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെട്ടു പോയതിൻ്റെ പേരിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ മണ്ണ് വാരി തിന്നവരുടെ വിഷയത്തിലോ ഒന്നും പ്രതികരിച്ച് കണ്ടിട്ടില്ല. പ്രതികരിച്ചു. PSCയുടെ വിഷയത്തിൽ കാര്യമായിട്ടുള്ള സുതാര്യമായിരിക്കണമെന്നുള്ള പ്രതികരണം വന്നു. എപ്പോൾ ടൊവിനോ തോമസിൻ്റെ വീടിൻ്റെ മുൻപിൽ 9 യുവമോർച്ച പ്രവർത്തകർ യാതൊരു അക്രമവും നടത്താതെ, ഒരു മുദ്രാവാക്യം വിളിക്കുക പോലും ചെയ്യാതെ, വാ മൂടിക്കെട്ടി ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചതിന് ശേഷം, കാരണം ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാതെ ഈ സെലക്റ്റീവായിട്ടുള്ള തിരഞ്ഞെടുത്ത വിഷയങ്ങളിൽ മാത്രം പ്രതികരിക്കുന്ന ഇവരുടെ ഇരട്ടത്താപ്പിനെ യുവമോർച്ച തുറന്നു കാട്ടിയതിനെ തുടർന്ന് ഇവരുടെ എല്ലാം പ്രതികരണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഒഴുക്കൻ മട്ടിൽ വന്നു. PSC തിരഞ്ഞെടുപ്പുകളൊക്കെ സുതാര്യമാക്കണം കേട്ടോ എന്നുള്ള തരത്തിൽ ടൊവിനോ ആകട്ടെ, ചന്തു സലിംകുമാർ ആകട്ടെ, രഞ്ജിനി ഹരിദാസ് ആകട്ടെ, ഇവരെല്ലാം പ്രതികരിച്ചു. നസ്ലനും പ്രതികരിച്ചു എന്നാണ് എൻ്റെ ഓർമ്മയിൽ. നസ്ലനെ കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല, പക്ഷേ മറ്റു പേരുകളെല്ലാം പ്രതികരിച്ചു. മമ്മൂട്ടിയും മഞ്ജു വാര്യരും ഇതുവരെ PSC വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഈ റാണ അയൂബിൻ്റെയും ആർഫ ഖാനും ഷെർവാനിയുടെയും നസറുദ്ദീൻ ഷായുടെയൊക്കെ കാര്യമെടുത്താൽ അവർക്ക് PSC വിഷയത്തിൽ പ്രതികരിക്കേണ്ട കാര്യമില്ല. പക്ഷേ അവർക്ക് അൽ ജസീറയുമായിട്ട് വരുന്ന സമാനതകൾ, അവരും നീറ്റ് വിഷയത്തിൽ കാര്യമായി പ്രതികരിച്ചു. അൽ ജസീറ നീറ്റ് വിഷയത്തിൽ മോദി ഗവൺമെൻറ് വിറച്ചു, ഓടി, ഫാഷിസ്റ്റ് ഗവൺമെൻറ്റിനെതിരെ ജെൻസിയുടെ ചോദ്യശരങ്ങൾ, ജെൻസി ഇതാ ഫാഷിസ്റ്റ് ഗവൺമെൻറ്റിനെ മറിച്ചിടാൻ പോകുന്ന നിരന്തരം ആർട്ടിക്കിളുകൾ, ലേഖനങ്ങൾ ഇങ്ങനെ എഴുതി വിടുകയായിരുന്നു. വീഡിയോകളും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇവരാരും പ്രതികരിക്കാത്ത മറ്റൊരു വിഷയമുണ്ട്. പാക് അധിനിവേശ കാശ്മീരിൽ നടക്കുന്ന വംശഹത്യ, കശ്മീരികളുടെ വംശഹത്യ. കഴിഞ്ഞ 56 ദിവസങ്ങളായി അവിടെ ജനം തെരുവിലാണ്. തെരുവിൽ ഇറങ്ങുന്നവരെ ഭീകരവാദികളായി മുദ്രകുത്തി പാക് ഭരണകൂടം കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ആന്തരികമായ ആഭ്യന്തര പ്രശ്നമാണെന്നവർ പറയുന്നു. സയണിസ്റ്റുകളെക്കാൾ വഷളാണിവർ എന്ന് അവർ പറയുന്നു. ഇതിനെല്ലാം, ഈ ആരോപണങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ അവിടെ കൂട്ടക്കൊല നടക്കുന്നു. ഇൻ്റർനെറ്റ് ഇല്ല. അതിനെക്കുറിച്ച് ഇവരാരും പ്രതികരിക്കുന്നില്ല. ഒടുവിൽ ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ താക്കീത് കിട്ടിയപ്പോൾ അൽ ജസീറ ഉൾപ്പെടെയുള്ള പാക്കിൽ അങ്ങനെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് കേട്ടോ. ഒരൊറ്റ വരിയിലാണ് ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളനുസരിച്ച് 90-ന് മേലാളുകളെ ഈ കഴിഞ്ഞ ദിവസം, ഇന്നലെ പകൽ വരെ അവിടെ പാക് സൈന്യം കൊലപ്പെടുത്തി കഴിഞ്ഞു. അൽ ജസീറ പറയുന്ന കണക്ക് 40 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ആരോപിക്കപ്പെടുന്നത് എന്നാണ്. ആന്തരികമായ സംഘർഷം, പാക് ആർമിയുടെ ഒറ്റ വരിയിലാണ് അവരുടെ ആ ലേഖനം എഴുതുന്നത്. റാണ അയൂബും ആർഫ ഖാനും ഷെർവാനിയും ഒന്നും ഇതുവരെ പ്രതികരിച്ച് കണ്ടിട്ടേയില്ല. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദുൽഖർ സൽമാനും ടൊവിനോ തോമസ് ഒന്നും മിണ്ടിയിട്ടില്ല. ടൊവിനോ തോമസിൻ്റെ കാര്യം എടുത്തെടുത്ത് പറയുന്നത്, ഒരുപക്ഷെ ഈ താരമൂല്യത്തിൻ്റെ കാര്യത്തിൽ ദുൽഖർ സൽമാൻ ഒരുപടി മുകളിലായിരിക്കും മമ്മൂട്ടിയുടെ മകൻ എന്നുള്ള നിലയിൽ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ടൊവിനോ തോമസിൻ്റെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചു കാലം മുമ്പ് വരെ
ഈ പ്രതികരണത്തിൻ്റെ കുത്തക, ഈ തിരഞ്ഞെടുത്ത വിഷയങ്ങളിൽ പ്രതികരിക്കുന്നതിൻ്റെ, ജിഹാദികളെ സുഖിപ്പിക്കുന്ന വിഷയങ്ങളിൽ പ്രതികരിക്കുന്നതിൻ്റെ ഒരു കുത്തക ഏറ്റെടുത്തിരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേതൃത്വം ഏറ്റെടുത്തിരുന്നത് പൃഥ്വിരാജായിരുന്നു. അദ്ദേഹം ഈ സ്ഥാനം രാജിവെച്ചൊഴിഞ്ഞ് ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് പതുക്കെ പതുക്കെ ചുവട് വെച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ടൊവിനോ തോമസ്. ടൊവിനോ തോമസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഗാസയ്ക്ക് വേണ്ടി പ്രതികരിക്കാം, ഓൾ ഐസ് ഓൺ റാഫയ്ക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കാം. പക്ഷേ ഇവരാരും, ടൊവിനോ തോമസ് ആകട്ടെ, മഞ്ജു വാര്യരാകട്ടെ, ചന്തു സലിംകുമാർ ആകട്ടെ, ദുൽഖർ സൽമാൻ ആകട്ടെ, റാണ അയൂബ് ആകട്ടെ, ഇത്തരത്തിലുള്ള ആരും പാക് അധിനിവേശ കാശ്മീരിലെ കൂട്ടക്കൊല കണ്ട ഭാവം നടിക്കില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടേയില്ല. ഓട്ടെ, പാക് അധിനിവേശ കാശ്മീർ ഇപ്പോൾ ഭാരതത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശമല്ല. ന്യൂയോർക്ക് ടൈംസ് ഇന്നലെ പറഞ്ഞതിന് സത്യത്തിൽ ഈ ഒരു വിഷയത്തിലേക്ക് അൽ ജസീറ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുവാൻ നിർബന്ധിതരായത് ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒരു ലേഖനത്തിൽ പാക് അധിനിവേശ കാശ്മീരിൽ, പാകിസ്ഥാൻ്റെ കയ്യിലുള്ള കാശ്മീരിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു ഒഴുക്കൻ ലേഖനം വന്നപ്പോൾ ഭാരതം അതിനെ ഔദ്യോഗികമായി ശക്തിയായ എതിർപ്പ് അറിയിച്ചു ഈ പോസ്റ്റിൻ്റെ പേരിൽ. കാരണം പാക് അധിനിവേശ കാശ്മീർ ഒന്നൊന്നുമില്ല, അത് ഭാരതത്തിൻ്റെ ഭാഗമായിട്ട് അനധികൃതമായി പാകിസ്ഥാൻ കയ്യേറി വെച്ചിരിക്കുന്ന പ്രദേശമാണ്. ഇത്തരത്തിൽ ഭാരതം ഔദ്യോഗികമായി പ്രതികരിച്ചപ്പോൾ ഈ അൽ ജസീറ ഉൾപ്പെടെയുള്ള ലോകമാകമാനം ഭീകരവാദം വിതയ്ക്കുവാനായി ഭീകരവാദികളുടെ ഒരു മൗത്ത് പീസായിട്ട്, ഒരു കോളാമ്പിയായി പ്രവർത്തിക്കുന്ന അൽ ജസീറയ്ക്കും ഉൾപ്പെടെയുള്ളവർക്ക് അപകടം മനസ്സിലായി. കാരണം ഈ അന്താരാഷ്ട്ര തലത്തിൽ ഈ ശ്രദ്ധ പാക് അധിനിവേശ കാശ്മീരിലേക്ക് വരികയും, കാരണം ഭാരതം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പാക് അധിനിവേശ കാശ്മീരിനെ തിരികെ നമ്മളിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ ഒരുക്കത്തിലാണ്. അവിടുത്തെ ജനവിഭാഗത്തെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. തീർച്ചയായിട്ടും അവർ ഒരു ബാധ്യതയായി തന്നെ നമ്മളിൽ വന്ന് ചേരാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു. അത് മറ്റൊരവസരത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അല്ലെങ്കിൽ തന്നെ മുൻപ് ആർ പിയുമായിട്ടുള്ള ചർച്ചകളിൽ പലപ്പോഴും പരാമർശിക്കപ്പെട്ടിട്ടുള്ള, ആർ പി വളരെ വിശദീകരിച്ചിട്ടുള്ളൊരു വിഷയമാണ്. ഇനിയും ആ വിഷയം നമുക്ക് ചർച്ചയ്ക്ക് എടുക്കേണ്ടി വരും ദിവസങ്ങളിൽ. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പരാമർശിക്കാം. പക്ഷേ പാക് അധിനിവേശ കാശ്മീർ ഭാരതത്തിലേക്ക് ചേർക്കുവാനായി, തിരിച്ചു പിടിക്കുവാനായി, കാരണം എടുത്തു പറയുക, അതിന് പറയുമ്പോൾ ചരിത്രം പറയാതെ പോകുന്നത് മോശമല്ലേ. നെഹ്റുവിൻ്റെ അബ്ദുള്ള സ്നേഹം കാരണം നഷ്ടപ്പെട്ട, തിരിച്ചു പിടിക്കാനുള്ള എല്ലാ അവസരങ്ങളുണ്ടായിട്ടും അത് സുൽഫിക്കർ അലി ഭൂട്ടോയുമായിട്ടുള്ള അടച്ച മുറിയിലെ ചർച്ചയ്ക്ക് ശേഷം വേണ്ട എന്ന് തീരുമാനിച്ച ഇന്ദിരാഗാന്ധിയുടെ മണ്ടത്തരം കാരണം നമ്മുടെ കൈകളിൽ ഇതുവരെ എത്താത്ത പാക് അധിനിവേശ കാശ്മീർ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരുവാനുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ ഒരുക്കിയാണ് ഭാരതം. ഇത് സമയമെടുക്കുമായിരിക്കും. പക്ഷേ അവിടുത്തെ ജനവിഭാഗങ്ങൾ എന്ത് ചെയ്യും? അതൊരു മിലിറ്ററി ബഫർ സ്പേസ് ആയിട്ട് ഉപയോഗിക്കണമോ? ഗാസയും ലെബനനിൽ പിടിച്ചെടുത്ത സ്ഥലവുമൊക്കെ ഇസ്രായേൽ ഉപയോഗിക്കുന്ന പോലെ അത്തരത്തിലുള്ള ചർച്ചകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉന്നത തലങ്ങളിൽ. അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് ഈ വിഷയത്തിൽ തങ്ങൾ പ്രതികരിച്ച് ഇതിൻ്റെ ഒരു ദിശ തിരിച്ച്, അല്ലെങ്കിൽ ഇതിനെ ഒന്ന് മയപ്പെടുത്തിയില്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾക്ക് ആക്കം കൂടുമെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് അൽ ജസീറ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഇതിൽ പ്രതികരിക്കുവാൻ നിർബന്ധിതരായിരിക്കുന്നത്. അത് തന്നെ ഒരു മയത്തിൽ പ്രതികരിച്ച് പോവുകയാണ്. ഇനി പ്രിയങ്കാ ഗാന്ധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ലോകത്തുള്ള സകല ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ കൊല്ലപ്പെടുന്ന രാജ്യങ്ങളിലെയും പടമുള്ള ബാഗുകൾ, വത്തക്കയുടെ ബാഗുകൾ എല്ലാം കൂടി തൂക്കി പ്രിയങ്കാ ഗാന്ധി നടക്കുമ്പോഴും പാക് അധിനിവേശ കാശ്മീരിലെ കൂട്ടക്കൊല അവർ കണ്ടിട്ടില്ല. പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ കാര്യത്തിൽ ഭാരതം തിരിച്ചടിച്ചപ്പോൾ, ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാരത സൈന്യത്തിൻ്റെ മനോവീര്യം കെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായി ഇറങ്ങി രാഷ്ട്രീയം കളിക്കുവാൻ ഏതെങ്കിലും തരത്തിൽ നരേന്ദ്രമോദിയെ ഒരു മോശം പ്രതിച്ഛായയിൽ കാട്ടുവാനാണ് പ്രിയങ്കാ ഗാന്ധി ആവട്ടെ, അവരുടെ സഹോദരൻ രാഹുൽ ഗാന്ധി ആകട്ടെ അവർ ശ്രമിച്ചത്. ഇത്തരത്തിലുള്ള ആളുകളെയെല്ലാം, ഇവരുടെ ഈ ഇരട്ടത്താപ്പുകളെന്ന് പറയുന്നത് ഒരു ആഗോള തലത്തിലുള്ള ഇരട്ടത്താപ്പാണ്. അതിൻ്റെ എല്ലാം, ഈ ഇരട്ടത്താപ്പുകളുടെ എല്ലാം അടിസ്ഥാന കാരണം തേടി ചെല്ലുമ്പോൾ അതൊന്നുകിൽ ഇടത് ആവാസ വ്യവസ്ഥയിൽ ചെന്ന് നിൽക്കും, അല്ലെങ്കിൽ ഇടത് ആവാസ വ്യവസ്ഥ ഉൾപ്പെടെയുള്ള ഇത്തരം ആവാസ വ്യവസ്ഥകളെ ആത്യന്തികമായി നിയന്ത്രിക്കുന്ന ജിഹാദി തത്വങ്ങളുടെ പാളയത്തിൽ ചെന്ന് നിൽക്കും. അതാണ് പ്രേക്ഷകരുമായി ഇന്ന് പങ്കുവയ്ക്കാൻ ഉദ്ദേശിച്ച ഒരു ചെറിയ വിശകലനം. കാരണം ടൊവിനോ തോമസ് മുതൽ അൽ ജസീറ വരെ ഇവർ തമ്മിലുള്ള സമാനതകൾ പ്രത്യക്ഷത്തിൽ ചോദിക്കുമ്പോൾ കൗതുകമുള്ളൊരു ചോദ്യമായിട്ടൊരു തമാശയായിട്ട് തോന്നാം. പക്ഷേ അങ്ങനെ അല്ല. അൽ ജസീറയും ടൊവിനോ തോമസും ഒന്ന് തന്നെയാണ് ആശയങ്ങളുടെ കാര്യത്തിൽ. ഒന്ന്, ഖത്തറിനെ പോലെ അതിസമ്പന്നമായിട്ടുള്ള ഭീകരവാദത്തെ സൗദിക്ക് പകരം, സൗദിയിലെ പഴയ സലഫികൾക്ക് പകരം ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്ന കൃത്യം ഏറ്റെടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ജോലി ഏറ്റെടുത്തിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഔദ്യോഗിക മാധ്യമമെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു മാധ്യമം. രണ്ടാമത്തേത്, എന്നെയും നിങ്ങളെയുമൊക്കെ വിനോദിപ്പിക്കുക എന്നുള്ളൊരു കോമാളി, അതിനപ്പുറത്തേക്ക് ഒരു വിലയും കൊടുക്കാൻ പാടില്ലാത്ത ഒരു നടൻ.
വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എനിക്കും നിങ്ങൾക്കുമുള്ള എല്ലാ സ്വതന്ത്ര പൗരാവകാശങ്ങളുമുണ്ട്. പക്ഷേ പൗരബോധവും പൗരൻ്റെ ഒരു ധർമ്മവും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അദ്ദേഹം സ്വയം വിമർശനത്തിന്, അദ്ദേഹം മാത്രമല്ല, ഈ ടൊവിനോ തോമസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ചുറ്റുവട്ടങ്ങളിലുള്ള മുകളിലും താഴെയുമുള്ള മമ്മൂട്ടി, മഞ്ജു വാര്യർ, ചന്തു സലിംകുമാർ തുടങ്ങിയവരെല്ലാം അതിൽ ഏറ്റക്കുറച്ചിലുകളോടെ ഉൾപ്പെടുന്നുണ്ട് എന്ന് പ്രേക്ഷകർ ധരിക്കുക. അപ്പോൾ ഇവരുടെ എല്ലാം കാര്യത്തിൽ ഈ ഇരട്ടത്താപ്പുകൾ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്, തിരിച്ചറിഞ്ഞു തുടങ്ങി. അതിൽ പക്ഷേ മാധ്യമങ്ങൾ മറച്ചൊരു കാര്യം ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്. PSC വിഷയത്തിലെങ്കിലും ഇവർ വാ തുറക്കുവാൻ നിർബന്ധിതരായത് യുവമോർച്ചയുടെ ചുണക്കുട്ടികൾ മുന്നിട്ടിറങ്ങി ഇവരുടെ വീടിൻ്റെ മുൻപിൽ സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധം എങ്ങനെ നടത്തണമെന്നുള്ളത് കാട്ടിക്കൊടുത്തത് കൊണ്ടാണ്. അല്ലാതെ ഇവരൊക്കെ പിന്തുണച്ച ഡൽഹിയിലെ സമരാഭാസം പോലെയല്ല സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം എന്നുള്ളത് യുവമോർച്ചയുടെ ചുണക്കുട്ടികൾ കാട്ടിക്കൊടുത്തത് കൊണ്ട് തന്നെയാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾ അത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും പറഞ്ഞാലും ഇല്ലെങ്കിലും പ്രേക്ഷകരെങ്കിലും അത് മനസ്സിലാക്കുക. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാൻ ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.